ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടേസ്റ്റിൽ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ യുണീക്ക് ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് മോയിസ് കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. 250 ml ഒരു കപ്പാണ് എടുത്തത്. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. അപ്പോൾ ആദ്യം ബേക്കിംഗ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു. ഇനി നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈവൻ ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 സ്റ്റെപ്പ് അരിച്ചെടുക്കണം അരിപ്പയിൽ. കാരണം ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യണേ. 3 സ്റ്റെപ്പ് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പം അതനുസരിച്ച് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ നന്നായിട്ട് ഇത് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് ചെറുതായിട്ട് ആകുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോൾ ഒന്നിച്ച് ചേർക്കേണ്ട, കുറേശ്ശെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഫ്ലഫി ആയിട്ട് വരണം. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്തിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇപ്പോൾ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ സ്മെല്ല് അങ്ങ് നന്നായിട്ട് മാറും. എന്നിട്ടൊന്ന് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. അതുകൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിനി കേക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് അങ്ങ് സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യണ്ട, മെല്ലെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ ബീറ്റർ വെച്ച് തന്നെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. കേക്കിൻ്റെ മിക്സ് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, മെല്ലെ ചെയ്താൽ മതി. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടി പാല് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഇതിൽ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് മതി. എങ്കിലും ഞാനിതൊന്ന് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കണം. അതുകൂടെ ആകുമ്പോഴത്തേക്ക് കേക്കിൻ്റെ മിക്സ് റെഡിയായി. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് കേക്ക് ടിന്നാണ്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ മൈദ പൊടി ചെറുതായിട്ട് വിതറി കൊടുത്തിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ഒരു പ്ലേറ്റിൽ വേണം, പ്ലേറ്റല്ല, ഒരു കേക്ക് ടിന്നിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ സാധാരണ ഞാനിവിടെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ശകലം ഉപ്പ് വിതറിയിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് കൊടുത്തിട്ടാണ് ആ പാത്രം ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പ്രഷർ കുക്കർ വേണം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ ഞാൻ 1/2 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരത്തില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കുറച്ച് ക്ഷമയോടെ നമ്മൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെ 3 പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്യണേ. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേറൊരു മിക്സർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക്. ഒരു 4 ഗ്ലാസ് പാലിനെ ഞാൻ 2ആക്കി 1 മണിക്കൂർ ചെറുതീയിൽ വെച്ചൊന്ന് ചുരുക്കി എടുത്തിട്ടുണ്ട്. അതിനെ കുറുക്കിയെടുത്തതാണ്. ആ പാലാണ് നമുക്കിത് വേണ്ടത്. അത് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ കട്ടയില്ലാതെ നമുക്കൊന്ന് എടുക്കണം. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് നിങ്ങൾ പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പാലിനെ ഒന്ന് ചുരുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ എന്തായാലും വേണം, അതാണ് നമുക്കിതിനെ ഒന്ന് ഒരു സോളിഡ് സ്റ്റേജിലാക്കുന്ന ഒരു ഘടകം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ചെറു തീയിൽ തന്നെ ശ്രദ്ധിക്കുക.
ചെറുതീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി അത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒരു 40 ഗ്രാം ബട്ടർ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതാണ് നമുക്ക് ഇതിനെ ചേർത്ത് കൊടുക്കേണ്ട സംഭവം. അപ്പോൾ ഇതെന്തായാലും ഇത് ചെയ്താണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഫാക്ടർ. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ്ചർ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലോട്ട് അല്പം സ്പേസ് ഇട്ടിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ഈ മിക്സ്ചർ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതേ നോക്കിക്കോ, ഇതുപോലെ ചെയ്യാം നമുക്ക്. അപ്പോൾ അത് എല്ലായിടത്തും കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഈ പീസസൊക്കെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഒന്ന് എല്ലാം ഒരുപോലെ ആക്കി കൊടുക്കാം, ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ പഴയ പോലെ കേക്കിൻ്റെ ഒരു ഷേപ്പായി. ഇനി നമുക്ക് ഇത് വീണ്ടും മീതെ നന്നായിട്ടൊന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എത്ര കൂടുതൽ ഒഴിക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എടുത്ത മിൽക്ക് അത്രയും വേസ്റ്റ് ആവത്തില്ല. ഫുള്ള് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ തേക്കില്ലേ, അതുപോലെ തന്നെ. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ആവശ്യമില്ലാത്ത എല്ലാം പാർട്സൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടും അത് ആവശ്യമില്ല എങ്കിലും എനിക്കിവിടെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കി. ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്, ഈ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതുകൂടെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഫ്രീസറിൽ 20 മിനിറ്റ് വെക്കണം, വെച്ചിട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഈവനായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് എല്ലാവരും ഉണ്ടാക്കും, പക്ഷേ ഒന്ന് കഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ചോദിക്കുന്നതിലാണ് ഒരു കേക്കിൻ്റെ പെർഫെക്ഷൻ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ വളരെ യമ്മി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയ്ക്ക് 100% ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഒരു ലഡു അങ്ങനെ അതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലേ, ചോക്ലേറ്റൊക്കെ അങ്ങ് സ്പ്രെഡായിരിക്കുന്ന കാണുമ്പോഴേ കൊതി വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വേറെ ഏത് ഫംഗ്ഷൻ വേണോ നിങ്ങൾക്കിത് റെഡിയാക്കാം കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഇത്രയും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ കേക്ക് നിങ്ങൾ റെഡിയാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.